ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നോമ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു സ്നാക്കെങ്കിലും വൈകുന്നേരം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല ഒരു സ്നാക്കാണ്. മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഇല്ലാണ്ടൊന്നും മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. വഴന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടിയും മസാലപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിനി മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് എരിവൊന്നും നമ്മളിതിൽ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ മല്ലിപ്പൊടി, ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു കുത്തു പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സവാളൊക്കെ വഴറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സവാളയുടെ ഒരു മസാലയൊക്കെ ഈ ഒരു ഉരുളക്കിഴങ്ങുമായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മുട്ട ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു ഉരുള എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള സൈസിലാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഈ മസാലയുടെ ഉള്ളിലേക്കാണ് മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഒരു ഉരുള എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. അതായത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് അതേപോലെ കട്ട്ലേറ്റൊക്കെ പരത്തുന്ന പോലെ. പക്ഷേ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലല്ല, നമുക്ക് നല്ലപോലെ വലിപ്പം വേണം. കാരണം മുട്ട പകുതിയോളം നമുക്കിതിൽ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിലേക്ക് ഒരു മുട്ടയുടെ പകുതി എടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഏകദേശം നമ്മുടെ ഉന്നക്കായുടെ ഒക്കെ ആ ഒരു ഷേപ്പിലാണിത് വരിക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം അത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 സ്നാക്കാണ് നമ്മളിതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിനി ഇത് ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഇത് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുള്ളതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ സൈഡിലേക്കും ബ്രെഡ് ക്രംസ് ആക്കി കൊടുക്കുക. നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ആ ഒരു മുട്ടയുടെ ആ ഒരു മിക്സിയിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും. വീണ്ടും ഈ മുട്ടയുടെ മിക്സിൽ ഒന്നും കൂടെ ഒന്ന് മുക്കണം. അതിന് ശേഷം വീണ്ടും ഒന്ന് ബ്രെഡ് ക്രംസിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. കാരണം ഇത് 2 പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ മാത്രമേ നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് വിട്ടു പോരാതിരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോരും. 2 തവണ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വിട്ടുപോരില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിലേക്കൊക്കെ എണ്ണ കോരി
മോര് ഒഴിക്കാം. ഇത് ഒരുപാട് സമയം കിടന്ന് മുരിയൊന്നും ആവശ്യമില്ല. കാരണം നമ്മളിതിൻ്റെ മസാലയൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. മുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കോഴിമുട്ടൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്